തീർച്ചയായും ജാമ്യം കിട്ടിയതിലെ സന്തോഷം പങ്കുവയ്ക്കുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ 9 ദിവസമായിട്ട് ഈ 2 പ്രായമായ കന്യാസ്ത്രീ അമ്മമാർ ജയിലിലായിരുന്നു. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുകയാണ്. ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 2 കന്യാസ്ത്രീ അമ്മമാരെ ഇല്ലാത്ത കേസുണ്ടാക്കി, കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ചത്. എന്നിട്ടത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെന്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഗവൺമെന്റ് അന്വേഷണത്തിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഇന്നും കോടതിയിൽ അവരാവശ്യപ്പെട്ടത്. ഇന്നും കോടതിയിൽ. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജാമ്യം കൊടുക്കരുത്, അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നാണ് ഇന്നും പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം ബജറംഗിന് വേണ്ടിയിട്ട് വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, വലിയ ക്രിമിനലുകളെ പോലെ, വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെ കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെന്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്ന 834ാമത്തെ സംഭവമാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണം. ഒരു ദിവസം ശരാശരി 2 കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ സംഭവമാണിത്. ഇവരുടെ മുഖം മൂടി വലിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത്. തെറ്റായ കാര്യമാണ്. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചാൽ, ഇപ്പോൾ ഒരു സ്ഥലത്തും അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, പുറത്തെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്തും ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്.